പുണ്യവാന്മാരോ എന്നേക്കും ജീവനുള്ളവരാകുന്നു. അവരുടെ പ്രതിഫലം ദൈവസന്നിധിയിലാകുന്നു. മഹാജ്ഞാന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണിയാകുന്നു. ഇവിടെ പുണ്യവാന്മാരെക്കുറിച്ച്, നീതിമാന്മാരെക്കുറിച്ച്, വിശുദ്ധ ജീവിതം നയിച്ചവരെക്കുറിച്ച്, ദൈവത്തിന് പ്രിയരായവരെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി ജീവിച്ചിട്ടുള്ളവരെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അവർ എന്നേക്കും ജീവനുള്ളവരാകുന്നു. അവർ മരണത്തെ അതിജീവിച്ചവരാകുന്നു. മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല എന്ന് വന്നിരിക്കുന്നു. അവരൊരിക്കലും നശിച്ചു പോകുന്നവരല്ല. അവരുടെ ജീവിതത്തിന് ഒരിക്കലും ഒരു അവസാനമുണ്ടാകുകയില്ല. അതുമാത്രമല്ല, അവരുടെ പ്രതിഫലം ദൈവസന്നിധിയിലാകുന്നു, ഭൂമിയിലല്ല. ഭൂമിയിൽ പുണ്യവാന്മാരായി ജീവിക്കുക എന്നുള്ളത് ഒരുപാട് നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും നിന്ദപരിഹാസങ്ങളുടെയും മധ്യേയുള്ള ജീവിതമാണ്. എന്നാൽ അവരുടെ പ്രതിഫലം ഭൂമിയിലല്ല, അത് സ്വർഗത്തിലാകുന്നു. അതുകൊണ്ട് നീതിമാന്മാരുടെ ഗണത്തിൽ, പുണ്യവാന്മാരുടെ ഗണത്തിൽ ഞാനും ഉണ്ടാകണമെന്ന ആത്മബോധത്തോടെ ജീവിതം ക്രമപ്പെടുത്തി ലക്ഷ്യം പ്രാപിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചൻ.